520 നിരൂപണാദീശ്വരസ്യ മതസ്യാപി നിരർത്ഥത സംസിദ്ധേവ തസ്മാദ്വിരമാമി വൃഥാശ്രമാൽ. ഈശ്വര നിരൂപണം കൊണ്ട് ഈശ്വരമതത്തിന്റെ നിഷ്ഫലത്വവും സിദ്ധിച്ചു. അതുകൊണ്ട് ആ വൃഥാശ്രമത്തിൽ നിന്നും വിരമിക്കുന്നു. 521 യുഷ്മാകം സഹജാനന്ദമതം സ്വീകുരുദാനഘം കൽപ്പിതേശമതം ദുഃഖം ത്യജതാനന്ദകാംക്ഷിണഃ. ഹേ ആനന്ദകാംക്ഷികളെ, നിങ്ങളുടെ ദോഷരഹിതമായും സഹജമായും ഇരിക്കുന്ന ആനന്ദമതത്തെ സ്വീകരിക്കുവിൻ. മതകർത്താക്കന്മാരാൽ കൽപ്പിക്കപ്പെട്ട ഈശ്വരമതം ദുഃഖമാകുന്നു, അതിനെ ത്യജിപ്പിൻ. 522 ദുർലഭജ്ഞാനിധികാരാൽ കർമ്മികോടി പരിഗ്രഹാൽ ഭൂതലം കർമ്മഠാക്രാന്തം ഇതി ചാസ്മിൻ സുസാധിതം. ചുരുക്കം പേരായ ജ്ഞാനികളെ ധിക്കരിച്ച് കർമ്മഠക്കോടികളെ സ്വീകരിച്ചതുകൊണ്ട് ഭൂലോകം കർമ്മഠാക്രാന്തമായി എന്നും ഇതിൽ വഴിപോലെ സാധിച്ചിട്ടുണ്ട്. 523 കർമ്മകാണ്ഡരതാ സർവേ നൃപാനജ്ഞാനതൽപരാഃ ഇതി പ്രദർശിതം സമ്യക് ജനകാദിചരിത്രതഃ. എല്ലാ രാജാക്കന്മാരും ജാത്യാചാരാദി കർമ്മങ്ങളിൽ ആസക്തന്മാരാണ്, ജ്ഞാനതൽപരന്മാരല്ല എന്ന് ജനകരാജൻ മുതലായവരുടെ ചരിത്രം കൊണ്ട് തെളിയിക്കുന്നു. 524 ലോകോൽപത്തേരീശ്വരസ്യ രൂപസ്യ ച നിരൂപണം പൃഥ്വീവ മോക്ഷ സർവേഷാം മനോവിജയേവ സഹ. ലോകത്തിന്റെ ഉത്ഭവത്തെപ്പറ്റിയും ഈശ്വരന്റെ രൂപത്തെപ്പറ്റിയും വിചാരിക്കുന്നത് വെറുതെ തന്നെ. സർവന്മാർക്കും മനോജയം തന്നെ മോക്ഷം. ലോകം എങ്ങനെ ഉണ്ടായി? ഈശ്വരൻ സ്വരൂപനോ അരൂപനോ, വെളുത്തിട്ടോ കറുത്തിട്ടോ, എങ്ങും നിറഞ്ഞവനോ, ഏകത്ര മാത്രമേ ഇരിക്കുന്നവനോ എന്നും മറ്റും ആലോചിക്കുന്നത് നിഷ്പ്രയോജനം. അന്തമില്ലാത്ത ആലോചന എന്തിനു ചെയ്യുന്നു? 525 ബ്രഹ്മകേദ്രിങ് നിർഗുണം വാ സഗുണം വേദി ചിന്തനം അനപേക്ഷ്യം മുമുക്ഷൂണാം മോക്ഷസ്തു മനസോലയഃ. മറ്റുള്ള മതക്കാർ ദൈവം, ഈശ്വരൻ എന്നും മറ്റും പര്യായ നാമങ്ങൾ കൊണ്ട് വർണ്ണിക്കപ്പെടുന്ന വേദാന്തശാസ്ത്ര പ്രതിപാദിതമായ ബ്രഹ്മം എങ്ങനെയുള്ള വസ്തുവാണ്? സഗുണമോ നിർഗുണമോ എന്ന വിചാരണ മോക്ഷത്തെ ഇച്ഛിക്കുന്നവർക്ക്, ദുഃഖമില്ലാത്ത പദവിയെ കാക്ഷിക്കുന്നവർക്ക് ആവശ്യമില്ല. മോക്ഷമെന്നത് മനോലയമാകുന്നു. മനസ്സ് അടങ്ങിയാൽ മോക്ഷമായി. നോക്കുക, സുഷുപ്തിയിൽ നല്ല ഉറക്കത്തിൽ മനസ്സ് അടങ്ങിയപ്പോൾ ഒരു മതക്കാർക്കും ദുഃഖമില്ല. ഇങ്ങനെ മനസ്സ് തന്റെ യഥാർത്ഥ അവസ്ഥയിൽ ലയിക്കുന്നതാണ് മോക്ഷം എന്നും ഇതിൽ 3-ാം അധ്യായം മുഴുവനും മനോദർശനം കൊണ്ട് മാത്രമേ മോക്ഷമുള്ളൂ എന്ന് ആസ്തികന്മാരുടെയും നാസ്തികന്മാരുടെയും സർവ്വലോകത്തിന്റെയും അനുഭവത്തെ എടുത്തു കാണിച്ചുകൊണ്ട് തെളിയിക്കുന്നുണ്ട്. 526 ജഗതുൽപത്തികർത്താക കഥമുൽപത്യുപക്രമഃ കഥം സ്യാദുപസംഹാര ഇതി ചിന്താ വൃഥാ വൃഥാ. ലോകത്തെ ഉണ്ടാക്കിയ കർത്താവ് ആരാണ്? ഉൽപ്പത്തിക്രമം എങ്ങനെയാണ്? എന്നാൽ ആദ്യമുണ്ടായതേത്? അതിൻ്റെ വഴിയെ ഉണ്ടായത് ഏത്? പിന്നെ ഏത്? ഇത്യാദിക്രമം ഉപസംഹാരം എങ്ങനെയാണ്? എന്നാൽ ലോകനാശത്തിൽ ആദ്യം ഏത് നശിക്കും? പിന്നെ ഏത് നശിക്കും? ഏതേതിൽ അടങ്ങി സൃഷ്ടി മുഴുവൻ അദൃശ്യമായി തീരും എന്ന് ചിന്തിക്കുന്നത് വ്യർത്ഥം വ്യർത്ഥം. ആത്മന ആകാശസംഭൂത ആകാശാദ്വായു ഇത്യാദിയായി ജഗതുൽപത്തിക്രമവും ബ്രഹ്മാണ്ഡരൂപിണി പൃഥ്വീ തോയമധ്യേ വിലീയതേ ഇത്യാദിയായി പ്രളയക്രമവും പറയും. ഇങ്ങനെ ഓരോ ആചാര്യന്മാരും ഓരോ മതങ്ങളും പറയുന്നത് പലതരത്തിലും ചിലത് പരസ്പര വിരോധത്തിലും ആയിരിക്കും. അതെല്ലാം വിചാരിച്ചും വാദിച്ചും തമ്മിൽ തല്ലി വ്യവഹരിച്ച് വിഷാദിച്ച് കാലം കളയുവാൻ കൊള്ളാം. അതുകൊണ്ടൊന്നും വയർ നിറയുകയില്ല. ഉണ്ടാൽ വയർ നിറയണമെങ്കിൽ ലോകത്തെ ഉണ്ടാക്കിയ കർത്താവിനെ അറിയണം. ലോകോൽപത്തി ഉപക്രമോപസംഹാരങ്ങളെ
അറിയണമെന്നും മറ്റും പറയുന്നത് പോലെയാണ് മുക്തിക്ക് ഏതെല്ലാം അറിയണമെന്ന് പറയുന്നത് എന്ന് അഭിപ്രായം. 527 ഉപക്രമോപസംഹാര ചിന്തയാചുശ്ചമക്കഥം ആഹാരേണൈവ തച്ഛാന്തിസ്തഥാ മുക്തിർമനോജയാൽ. 528 അജ്ഞാതാനന്ദയോഗാനാം മുഹ്യതാം കപടാഗമൈ ശിഷ്യാണാഞ്ച ഗുരുണാഞ്ച തഥാ ചിന്താശ്രയമായസ. ജഗത്തിന്റെ ഉൽപ്പത്തിയെയും പ്രളയത്തെയും പറ്റി ചിന്തിക്കുന്നത് കൊണ്ട് വിശപ്പ് മാറുകയില്ല. ഉണ്ടാൽ മാത്രമേ വിശപ്പ് അടങ്ങുകയുള്ളൂ. അപ്രകാരം മനോജയം കൊണ്ട് മാത്രമേ മുക്തി സിദ്ധിക്കുകയുള്ളൂ. മുക്തിക്ക് മനസ്സിനെ അടക്കുകയാണ് വേണ്ടത്. ജഗതുൽപ്പത്തി ലയ ചിന്ത ആവശ്യമില്ലെന്ന് സാരം. ആനന്ദയോഗത്തെ അറിയാതെ കപടശാസ്ത്രങ്ങൾ കൊണ്ട് മോഹിച്ചു കിടക്കുന്ന ശിഷ്യന്മാരുടെയും ഗുരുജനങ്ങളുടെയും ജഗതുൽപ്പത്തി ലയചിന്ത ശ്രമത്തിനായിട്ടാണ്, സുഖത്തിന് ഒതുക്കുന്നതല്ല എന്ന് സാരം. 529 അയുക്തമതവിധ്വംസ വിദഗ്ധത്വം വിശേഷതഃ ആനന്ദയോഗജ്ഞാനഞ്ച സദ്ഗുരോ പൂർണ്ണലക്ഷണം. 530 അജ്ഞാനി ഗുരുനാഥസ്യ ലക്ഷണം ബിംബപൂജനം നാനാവിധ ധ്യാന മന്ത്രപ്രാർത്ഥനാദ്യനുധാവനം. അയുക്തങ്ങളായ മതങ്ങളെ ഉടയ്ക്കുവാനുള്ള പാടവം വിശേഷിച്ച് ആനന്ദത്തോട് ചേർക്കുവാനുള്ള ജ്ഞാനവുമാകുന്നു സൽഗുരുവിൻ്റെ പൂർണ്ണലക്ഷണം. ഭേദദൃഷ്ടിയെയും അജ്ഞാനത്തെയും വർദ്ധിപ്പിക്കുന്ന നാനാജാതി മതഭേദങ്ങളും അനാചാരങ്ങളും മതങ്ങളിൽ ഉണ്ടെങ്കിലും ബാല്യം മുതൽക്കേ അവയിൽ പഴകിയതുകൊണ്ടും മതങ്ങൾ സ്വർഗവാതിലുകളാകുന്നുവെന്ന് വിശ്വസിച്ചു പോയതുകൊണ്ടും ലോകങ്ങളുടെ ഗതി മതങ്ങളെ മുറുകിപ്പിടിച്ചുകൊണ്ടാകുന്നു. ആ പിടുത്തത്തെ വിടുവിച്ച് യഥാർത്ഥ വഴിക്ക് തിരിക്കണമെങ്കിൽ മതങ്ങളിലുള്ള അയുക്തങ്ങളെ തെളിയിപ്പാൻ ഗുരു മഹാചതുരനായിരിക്കണം. ലോകം മുഴുവനും ആനന്ദത്തെ ആഗ്രഹിക്കുന്നവരാകയാൽ ആനന്ദത്തോട് ചേർക്കുവാനുള്ള സമ്പ്രദായത്തെയും ഗുരു അറിഞ്ഞവനായിരിക്കണം. അവനാണ് സൽഗുരു എന്ന് സാരം. വിഗ്രഹാരാധനം, സഗുണ നിർഗുണങ്ങളായിട്ടുള്ള നാനാധ്യാനങ്ങൾ, മന്ത്രജപങ്ങൾ, പ്രാർത്ഥനകൾ മുതലായവ കർമ്മങ്ങൾ അജ്ഞാനി ഗുരുവിൻ്റെ ലക്ഷണമാകുന്നു. മേൽപ്പറഞ്ഞ കർമ്മങ്ങളിൽ ഏതെങ്കിലും ഒന്നുണ്ടെങ്കിൽ അവൻ അജ്ഞാനഗുരു എന്ന് സാരം. 531 സഗുണ നിർഗുണ ദൈവപരായണാഃ സുഖരയോഗസുഖം നഹി ജാനതേ ഉഭയചിന്തനമോഹവശാന്മഹാശ്രമഭുജോ നിജ മോദഭുജോ നതേ. സഗുണോപാസനയെ ചെയ്യുന്നവരും നിർഗുണോപാസനയെ ചെയ്യുന്നവരും സുഖരമായ യോഗാനന്ദത്തെ അറിയാത്തവർ തന്നെ. സഗുണ നിർഗുണ ധ്യാനങ്ങളാൽ മോഹിച്ച് മഹത്തായ ശ്രമത്തെ അനുഭവിക്കുന്നു. തൻ്റെ ആനന്ദത്തെ അവർ അനുഭവിക്കുന്നില്ല. രൂപധ്യാനം മഹാദുഃഖമാണെന്നും യഥാർത്ഥ ജ്ഞാനമില്ലാത്തതുകൊണ്ട് അത് ചെയ്യുന്നതാണെന്നും ഞാൻ മോക്ഷപ്രദീപത്തിൽ വളരെ വിസ്തരിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഇവിടെ വിസ്തരിക്കുന്നില്ല. അതിനേക്കാൾ മഹാദുഃഖം നിർഗുണധ്യാനം. 532 ആലോചനേ മഹാശക്തി തവ സഹായ വൈഭവാൽ കർമ്മകാണ്ഡ മഹാരക്ഷ കണ്ഠകാണ്ഡമഖണ്ഡയം. 533 ജ്ഞാനാഗ്നിസഹകാരിണ്യ സ്തവസഹായലേശതഃ ഈശനിന്ദാകരമതവനദാവാനലോഭവം. 534 ആസ്തിക ഇവ ചാർവാക നിന്ദന്തി വൃഥൈശ്വരം ആലോചനേ ത്വൽസഹായ തച്ചാപ്യസ്മിൻ പ്രകാശിതം. 535 അനാരോപ്യേശ്വരേ ദോഷ നസ്മാകം ദുഃഖശാന്തയേ ദിദർശൈഷുരാനന്ദമതം ന സഹജം സുഖം. ഹേ ആലോചനെ, ഹേ മഹാശക്തി, നിന്റെ സഹായം കൊണ്ട് കർമ്മകാണ്ഡ മഹാരാക്ഷസന്റെ കണ്ഠകാണ്ഡത്തെ ഞാൻ ഖണ്ഡിച്ചു. ജ്ഞാനാഗ്നി സഹായിയായിരിക്കുന്ന നിന്റെ സഹായലേശം കൊണ്ട്
ഈശ്വരനെ നിന്ദിക്കുന്ന മതക്കാട്ടിന് ഞാൻ കാട്ടുതീയായി തീർന്നു. ഹേ ആലോചനെ, നിന്റെ സഹായത്താൽ ചാർവാകന്മാർ ഈശ്വരഭക്തന്മാരെന്ന പോലെ ഈശ്വരനെ നിന്ദിക്കുന്നില്ലെന്നും ഇതിൽ നല്ലവണ്ണം തെളിയിച്ചു. ഈശ്വരനിൽ ദോഷങ്ങളൊന്നും ആരോപിക്കാതെ നമുക്ക് മുക്തിക്ക് സുഖവും സ്വതസിദ്ധവുമായ ആനന്ദമതത്തെ ദർശിപ്പിക്കുവാൻ ഇച്ഛിക്കുന്നു. ഇത് ആനന്ദമതദ്രഷ്ട രാജയോഗോധർത്ര അഹിംസാധർമ്മരക്ഷിത കർമ്മകാണ്ഡ ദുഷ്ടരാക്ഷസ കണ്ഠകാണ്ഡ ഖണ്ഡനകർത്ര ബ്രഹ്മാനന്ദസ്വാമി ശിവയോഗിന ഹൃദേ ആനന്ദാദർശേ ഈശ്വരദർശനം നാമ പ്രഥമാധ്യായഃ. സാരവിവരണാഖ്യയാ വ്യാഖ്യായ വിജയതേ.